ഓർഗനൈസറിൽ വീണ്ടും ലേഖനം വന്നിരിക്കുന്നു. RSS പൃഥ്വിരാജിനെ വേട്ടയാടുവാണോ? വേട്ടയാടുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓർഗനൈസറിൽ 5-6 ലേഖനങ്ങളായി ഇതിനെപ്പറ്റി. നമ്മളത് ഓരോന്നും ചർച്ച ചെയ്തിട്ടുമുണ്ട്, ചർച്ച ചെയ്യേണ്ടതുമാണ്. പക്ഷേ RSSനെ ആരാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിട്ടത്? ഇതിലേക്ക് RSSൻ്റെ പേര് വലിച്ചിട്ടത് മല്ലിക സുകുമാരനാണ്. RSSന് പൃഥ്വിരാജോ മല്ലിക സുകുമാരനോ ഒന്നും ഒരു വിഷയമേ അല്ലല്ലോ. അത് കോടിക്കണക്കായ ലോകത്തിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടനയാണ്. അതൊരു സാംസ്കാരിക സംഘടനയാണ്, സേവന സംഘടനയാണ് എന്നൊക്കെ പറയാവുന്നതാണ്. RSS പൃഥ്വിരാജിൻ്റെ ജാതകം നോക്കണ്ട, അത് RSSനൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ പണ്ട് RSSൻ്റെയൊക്കെ പടികൾ കയറി സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി നടന്നിട്ടുള്ള സ്ത്രീയാണ് അവർ. പൃഥ്വിരാജിനെ കൊണ്ടുതന്നെ സത്യം എന്ന് പറഞ്ഞ സിനിമ വന്ന ശേഷം പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ കയറി ചെന്നാണ്. മുകുന്ദനെയൊക്കെ കണ്ടതാണ്. അത് ഇവർ പാൽക്കുളങ്ങര ശാഖയിൽ 2 പിള്ളേരും ഉണ്ടായിരുന്നതാണ്, ഇന്ദ്രിയത്വം പൃഥ്വിരാജും ഒക്കെ. പിന്നെ എന്തിനാണ് വലിച്ചിട്ടത്? അപ്പം പിന്നെ കാര്യം പറയണ്ടേ RSSന്? ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന ഭാഗത്തിനെ പറ്റിയിട്ടാണ്. ഈ 3-ാമത്തെ ഭാഗം. ആ 3-ാമത്തെ ഭാഗത്തിൽ പൃഥ്വിരാജ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ ഖിലാഫത്ത് വരണം എന്നുള്ളതാണ്. കാരണം ലൂസിഫറിലും എമ്പുരാനിലും അതിൻ്റെ വേണ്ടത്ര സൂചനകളുണ്ട്. ഇതിന് മുമ്പ് ഞാനൊരു ചർച്ചയിൽ ഇതിൻ്റെ ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ട്. കാരണം എമ്പുരാനിലൊരു പാട്ടുണ്ട്, അത് തീരുമ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അസ്രായേൽ നീ വരണം, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറയുന്ന പാട്ടാണത്. അസ്രായേൽ എന്ന് പറഞ്ഞാൽ ഈ ജൂത ഇസ്ലാമിക പാരമ്പര്യത്തിൽ ഈ മരണത്തിൻ്റെ മാലാഖയാണ് ഈ അസ്രായേൽ എന്ന് പറയുന്നത്. മരണത്തിൻ്റെ മാലാഖ എന്ന് പറഞ്ഞാൽ നമ്മളല്ല, അവർ മരിക്കുന്ന സമയത്ത് ഈ മാലാഖ വന്നിട്ട് ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുന്നു. അങ്ങനെയാണ് മരണത്തിൻ്റെ മാലാഖ അസ്രായേൽ എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു തീം സോങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക അജണ്ടയുടെ ഭാഗമായിട്ടാണല്ലോ ഇസ്ലാമിക പാരമ്പര്യത്തിലെ മരണത്തിൻ്റെ മാലാഖയെ ആനയിക്കുന്ന ഒരു പാട്ട് ഇതിൽ വന്നിരിക്കുന്നത്. വെറുതെ ഒരു പാട്ടല്ല അത്. ആ പാട്ട് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്യിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ സാധാരണഗതിയിൽ ഈ ഖലീഫയൊക്കെ ആകാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ 3-ാം ഭാഗത്തിൻ്റെ പേരായിട്ട് ഈ ശരത്തെടുത്തിൽ എഴുതിയിരിക്കുന്ന ഈ ലേഖനം. ഓർഗനൈസറിൽ പറയുന്നത് 3-ാമത്തെ ഭാഗത്തിൻ്റെ പേര് ലാസ്രയേൽ എന്നാണ്. അസ്രായേൽ ലാസ്രായേൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അസ്രായേൽ എന്ന് പറഞ്ഞ മരണത്തിൻ്റെ മാലാഖയെ ചേർത്തിട്ടുള്ള പേരാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഖിലാഫത്താണ്. അതായത് ഈ ആദ്യത്തെ ഭാഗത്ത് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ രാഷ്ട്രീയ അസ്ഥിരതയായിരുന്നു. 2-ാമത് എമ്പുരാനിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന അരാജകത്വമാണ്. 3-ാമത്തേതിൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഖിലാഫത്താണ്. അതിൻ്റെ സൂചനകളാണ് ഉള്ളതെന്നാണ് ഈ ലേഖനത്തിൽ ഓർഗനൈസർ പറയുന്നത്. ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പുള്ളി പുരോഹിതനോട്, ഫാസിലിൻ്റെ കഥാപാത്രം പുരോഹിതനോട് പറയുന്നുണ്ട്, പിതാവേ, ഞാനിത് ഇംഗ്ലീഷിൽ നിന്നുള്ള പരിഭാഷയാണ് പറയുന്നത്. അപ്പോൾ ആ ഇംഗ്ലീഷിൽ നിന്നുള്ള എൻ്റെ പരിഭാഷയാണിത്. ലൂസിഫറിലെ വാചകം ഞാൻ ഓർക്കുന്നില്ല. അതിൽ പറയുന്നുണ്ട്, പിതാവേ, അങ്ങേക്ക് അങ്ങ് ചെയ്ത പാപങ്ങളെ കുമ്പസാരിക്കാൻ കഴിയൂ. അങ്ങനെ ചെയ്യാൻ പോകുന്ന പാപങ്ങൾ കുമ്പസാരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 വെട്ടിന് ശേഷവും എമ്പുരാൻ വർഗീയത തന്നെ പറയുന്നു എന്നുള്ളതാണ്. ഇതിലുണ്ട് പുരോഹിതനും കഥാപാത്രവും ഒക്കെ. ലാസ്രയേൽ 3-ാം ഭാഗത്തിലെ വിഘടനവാദത്തിനുള്ള ഉപക്രമം, അതാണ് ഈ എമ്പുരാൻ ലൂസിഫർ എന്നൊക്കെ പറയുന്നത്. എമ്പുരാനിൽ ഒളിപ്പിച്ച വിദ്വേഷം അടുത്തതിൽ ഇതിൽ ഒരു മതത്തിനോടുള്ള വെറുപ്പുണ്ടല്ലോ, അത് അടുത്ത ഭാഗത്തിൽ വിഘടനവാദമായിട്ട് മാറാൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ വിഘടിപ്പിച്ച് ഈ ഭരണം, ഇപ്പോൾ ഉള്ള ഭരണം അട്ടിമറിച്ച്, മോദിയൊക്കെ അട്ടിമറിച്ച് ഒരു ഇസ്ലാമിക ഭരണം, ഖിലാഫത്ത് വരണം എന്നുള്ളതായിരിക്കും അടുത്ത സിനിമ. ഇതാണ് ഓർഗനൈസർ കണ്ടെത്തുന്നത്. ഈ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എമ്പുരാനിൽ ഒളിപ്പിച്ച വെറുപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ മുംബൈ അധോലോകത്തെ സ്റ്റീഫൻ
അയാൾക്ക് എന്താണ് ഗുജറാത്ത് കലാപത്തിൽ അയാൾ എന്തിനാണ് പ്രത്യക്ഷപ്പെടുന്നത് അല്ലേ? അധോലോകത്തുള്ള ഒരാൾ. അപ്പം മോദിയോടും ഷായോടുമുള്ള ഒരു റെഡ് ജിഹാദി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും ചേർന്ന സംഭവം. അവരുടെ ഒരു വെറുപ്പ്, മോദിയോടും അമിത്ഷായോടുള്ള വെറുപ്പ്, അതുകൊണ്ടാണ് ഈ സ്റ്റീഫൻ ഗുജറാത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതും ഗുജറാത്ത് കലാപകാലത്ത്. ഗർഭിണിയോട് കാണിക്കുന്ന ക്രൂരത ഇവർ ഫാഷിസ്റ്റുകളാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, 1921 മറ്റേ മാപ്പിളമാർ നടത്തിയ കലാപം മറ്റേ മലബാറിൽ. ആ സമയത്ത് ഗർഭിണികളുടെ വയറൊക്കെ കുന്തം കൊണ്ട് കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. ഇത് സി ഗോപാലൻ നായരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് പുസ്തകമായിരുന്നു സി ഗോപാലൻ നായർ. അത് ഞാൻ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ മലബാറി എന്ന് പറഞ്ഞ പ്രയോഗമുണ്ട് ഈ സിനിമയുടെ അകത്ത്. മലബാറി എന്നിടയ്ക്ക് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ലഷ്കർ എ തൈബയുടെ ക്യാമ്പിൽ ഈ ലഷ്കർ എ തൈബയുടെ മേധാവി മലബാറി എന്ന് പറയുന്നുണ്ട്. മലബാറി എന്നുള്ളത് സാധാരണഗതിയിൽ അപൂർവമായിട്ട് മാത്രം ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ലോകത്ത്. മദ്രാസി എന്ന് ഇന്ത്യക്കാരെ പലരും പറയാറുണ്ട്, മലബാറി എന്നൊന്നും പറയാറില്ല. അപ്പം മലബാറി എന്നതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മനഃപൂർവ്വമാണ്. മുസ്ലിങ്ങളിൽ നിന്ന് ഈ മലബാറിൽ ഗുജറാത്തികൾ ധാരാളം മത്സരം കച്ചവടത്തിൽ നേരിട്ടിട്ടുണ്ട്. ഗുജറാത്തികൾ ധാരാളം ഉണ്ടല്ലോ അവിടെ. മറ്റേ പഴയ കുന്നിക്കൽ നാരായണന്റെ നക്സൽ അജിതയുടെ കുടുംബം, കുന്നിക്കൽ നാരായണൻ അച്ഛൻ, കുന്നിക്കൽ നാരായണൻ വിവാഹം കഴിച്ച മന്ദാകിനി, അവർ ഗുജറാത്തി കുടുംബത്തിൽ നിന്നുള്ളവരാണല്ലോ. അപ്പം മലബാറിൽ ഗുജറാത്തികളുണ്ട്. അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഗുജറാത്തികളിൽ നിന്ന് കച്ചവട മത്സരം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗുജറാത്തികൾ അവരുടെ ശത്രുക്കളാണ് അവിടെ. അപ്പം മലബാറി എന്നുള്ള വാക്കിനൊരു പ്രത്യേക ഈ പരിസരമുണ്ട്. അത് മദ്രാസി പോലെയല്ല. ഈ കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞ ആശയക്കാരുണ്ടല്ലോ ഇവിടെ, മാർക്സിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും ഒക്കെ. ഈ തെക്കേ ഇന്ത്യ മാറിപ്പോണ ഇന്ത്യയിൽ നിന്ന് വാദിക്കുന്നവർ കട്ടിംഗ് സൗത്ത്, അവർ പറയുന്ന മലബാർ രാജ്യം ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഈ ലേഖനത്തിലുണ്ട്. പിന്നെ ഈ മൂന്നാമത്തെ ഭാഗത്തിൽ മരണമാലാക വരുന്നുണ്ട്. അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ആത്മാവിനെ വേർതിരിക്കുന്ന അസ്രായെ മാലാക. ഗുജറാത്തിൽ സയ്യിദിന് മുന്നിൽ മരണം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇതിൽ സയ്യിദ് മസൂദ്, പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രം, അയാളുടെ ബാപ്പ മസൂദ് ഗുജറാത്തിൽ വെച്ച് പറയുന്നുണ്ട്, മകനോട് ഒരു വചനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ചൊല്ലേണ്ട വചനം എന്ന് പറഞ്ഞ്. അത് മരണരക്ഷകനോട്, മരണത്തിൻ്റെ മാലാഖയോടുള്ള വചനമാണ്. ഇന്ത്യ അയാളെ വിളിക്കുന്നു, ഈ ഖിലാഫത്ത് പ്രേമിയെ വിളിച്ചു വരുത്തുന്നു ഈ മൂന്നാം ഭാഗമാകുമ്പോൾ. അപ്പോൾ മൂന്നാം ഭാഗത്ത് സ്റ്റീഫൻ്റെ ഭൂതകാലമാണ് വരിക. സയ്യിദ് ആയിരിക്കും കേന്ദ്രസ്ഥാനത്ത് വരുന്നത്. ആര്? ഈ ഖലീഫ ആകേണ്ട ആളായിരിക്കും വരുന്നത്. പശ്ചാത്തലത്തിൽ മൂന്നാം ഭാഗത്തിൽ ചൈനയുടെ തൃത്വം ഉണ്ടാവും. ചൈനയുടെ തൃത്വം എന്ന് പറയുന്നത് ഇതിൽ പറയുന്നുണ്ട്, ഷെൻ ട്രയാഡ് എന്ന് പറയുന്നുണ്ട് സിനിമയിൽ. അത് ഒരു വശത്ത്, ചൈനയുടെ ചേരി ഒരു വശത്ത്, സ്റ്റീഫന്റെ ചേരി മറുവശത്ത്. അതായിരിക്കും മൂന്നാം ഭാഗത്ത്. അവർ തമ്മിലുള്ള പോര്. അതിൽ സയ്യിദ് രക്ഷകനാവും. ഏത്? ഈ ഖലീഫയാകാൻ താല്പര്യമുള്ള ആള് രക്ഷകനാവും. എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ ഭാവിയുടെ രക്ഷകൻ ഈ ഖലീഫയാണ് എന്ന് സ്ഥാപിക്കും മൂന്നാം ഭാഗത്ത്. ചൈനയിൽ നിന്നൊരു മരണഭൂതം വരുന്നു എന്ന് ഈ പടത്തിൽ തന്നെ പറയുന്നുണ്ട്. അവസാനം ഒരു ചൈനക്കാരനെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഹിന്ദു ഭരണകൂടം മാറണം അവസാനം. അതാണ് ഇതിലെ അവസാനത്തെ ദൃശ്യത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. മൂന്നാം ഭാഗത്ത് അങ്ങനെയായിരിക്കും. ഇന്ത്യയിൽ നിലവിലുള്ള ഭരണകൂടം മോദിയുടെ ഒക്കെ മാറിയിട്ട് ഒരു ഖിലാഫത്ത് വരിക എന്നുള്ളതായിരിക്കും പറയുന്നത്. അപ്പോൾ ലൂസിഫർ 1 രാഷ്ട്രീയ അസ്ഥിരത, 2 അരാജകത്വം, 3 ഭാരതത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഖിലാഫത്ത്. അവസാനത്തെ പാട്ട് അതാണ് ഇതിൻ്റെ അകത്ത്. ലാ അസ്രയേൽ നീയാണ് ഖലീഫ എന്നാണ് പാട്ട്. അപ്പോൾ ഖിലാഫത്ത് ചൈനയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കുന്നു, ഇന്ത്യയെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അതിന് മാലാക വരുന്നു. പ്രിയദർശിനി എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ടല്ലോ, ഇതിൽ മഞ്ജു വാര്യർ, പ്രിയങ്ക എന്ന് വിചാരിക്കാം, പ്രിയങ്ക ഗാന്ധി. അവർ കേരളത്തിൽ നിന്ന്, വയനാട്ടിൽ നിന്ന് സയ്യിദിൻ്റെ ഈ ഖിലാഫത്ത് പ്രത്യയശാസ്ത്രം
ഒക്കെ വഴി അയാളെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ രക്ഷിക്കും എന്ന് വിചാരിക്കാം. മൂന്നാമത്തെ ഭാഗമാകുമ്പോൾ മഞ്ജു വാര്യരുടെ കയ്യിൽ വരണമല്ലോ, പ്രിയദർശിനിയുടെ കയ്യിൽ. ഈ BJPയുടെ നിന്ന് കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് ഈ ഖിലാഫത്ത് രാജ്യം പോകണം. ഈ പിന്നെ ഖിലാഫത്ത്വാദികളുടെ സഹായത്തോടു കൂടി. അങ്ങനെയാണല്ലോ അവർ വയനാട്ടിൽ ജയിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു നിർണായക ഘട്ടത്തിൽ കാണാനില്ല, പ്രിയങ്കയെ കാണാനില്ല, ലോക്സഭയിൽ കാണാനില്ല. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിരുന്നു വയനാട്ടിൽ, പക്ഷെ നിർണായക ഘട്ടത്തിൽ കാണാനില്ല. സുധാകരനെയും കാണാനില്ലായിരുന്നു. 5-8 തവണ ഇന്നലെ സ്പീക്കർ സുധാകരനെ പ്രസംഗിക്കാൻ വിളിക്കുന്ന കണ്ടു, സുധാകരൻ വന്നില്ല. അപ്പോൾ ഇതിൽ പക ഹിന്ദുത്വത്തിനെതിരെയാണെന്ന് സയ്യിദിനോട് സ്റ്റീഫൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒന്നിച്ചാണ്, നിൻ്റേത് മാത്രമല്ല പക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നേതൃത്വത്തിനോടാണ് പക. അത് 2ാം ഭാഗത്തിൽ പറഞ്ഞു. 3ാം ഭാഗത്തിൽ ആ പക, ഇതിലൊരു പക വീട്ടുന്നുണ്ട്. 3ാം ഭാഗത്തിൽ ആ നേതൃത്വത്തിനോടുള്ള പക വീട്ടുന്നു സയ്യിദ്. ഇന്ത്യയിൽ ഖിലാഫത്ത് ഭരണകൂടം സ്ഥാപിക്കുന്നു. തുർക്കിയിലെ എർദോഗന് മുമ്പ് പൃഥ്വിരാജ് ഖലീഫ ആകുന്നു. ഇതാണ് ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാകുന്നു എന്നാണ് ചുരുക്കം പറഞ്ഞ. അതെ, അതാണ് ഇവരുടെ ഒരു മൊത്തം ഇസ്ലാമിക അജണ്ടയുടെ ഭാഗമായിട്ടാണല്ലോ ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ എല്ലാ സിനിമകളിലും അങ്ങനെ ഉണ്ട് താനും. അപ്പോൾ ഇങ്ങനെയാണെന്നാണ് ഓർഗനൈസർ പറയുന്നത്. അപ്പോൾ ഓർഗനൈസർ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് പ്രേക്ഷകർക്ക് തോന്നുക എന്നിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.